ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആക്ച്വലി ഞങ്ങളൊരു പുതിയ ഡിവൈസ് പർച്ചേസ് ചെയ്തു. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ കരുതി. സോ തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, വി ബോട്ട് എ ന്യൂ മാക്ബുക്ക് എയർ. സോ മാക്ബുക്ക് എയറിൻ്റെ M2ൻ്റെ ബേസിക് മോഡൽ 8GB RAM ഉള്ളതാണ് നമ്മളിപ്പോൾ മേടിച്ചിട്ടുള്ളത്. അതിൻ്റെ 256GB വരെ സ്റ്റോറേജ് ഉണ്ട് അതിന്. സോ ഞങ്ങൾ കുറേ ആയി ലാപ്ടോപ്പ് ചേഞ്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ അടുത്ത് ഒത്തിരി പഴയതാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കരമായിട്ട് സ്ലോ ആയി. അപ്പോൾ രണ്ടാളും വർക്ക് ചെയ്യുന്ന സമയത്ത് ചില ദിവസമൊക്കെ റിമോട്ട്ലി വർക്ക് ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഏത് മേടിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ UAE ഉള്ളവർക്ക് നമ്മൾ അങ്ങനെ കാരിഫോർ, ഷെറഫ് DG, ഇമാക്സ് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പോയി നോക്കി. അപ്പോൾ ആപ്പിൾ സ്റ്റോറിലും പോയി നോക്കി. സോ രണ്ടുപേരും ആപ്പിൾ യൂസേഴ്സ് ആയത് കാരണം വി തോട്ട് ലൈക്ക് കുറച്ചും കൂടെ ഫയൽ ട്രാൻസ്ഫറിനും കാര്യങ്ങൾക്കൊക്കെ ഫ്ലെക്സിബിൾ ആവുക മാക്ബുക്ക് എടുക്കുമ്പോഴായിരിക്കാം. പിന്നെ എന്തായാലും മാക്ബുക്ക് എടുക്കാൻ ഒരു ചെറുതായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ അത് ഞാൻ സാധിച്ചു. സോ ഇതുവരെ ഞങ്ങൾ അൺബോക്സ് ചെയ്തിട്ടില്ല. സോ ലെറ്റ് കം അൺബോക്സ്. സോ അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇത് കൈൻഡ് ഓഫ് ഒരു പ്ലാസ്റ്റിക് അല്ല എന്ന് തോന്നുന്നു, പ്യൂർ പ്ലാസ്റ്റിക് അല്ല, ബട്ട് ആ ഒരു മെറ്റീരിയലാണ്. അത് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ സ്പേസ് ഗ്രേ ഷെയ്ഡുള്ള മാക്ബുക്ക് എയർ M2. ഓക്കെ, സോ ഇത് ആക്ച്വലി 4 ഷെയ്ഡിലുണ്ടായിരുന്നു. സ്പേസ് ഗ്രേ, സിൽവർ, പിന്നെ മിഡ് നൈറ്റ്, പിന്നെ ഒരു ന്യൂ ഷെയ്ഡ് ഉണ്ടായിരുന്നത്, ന്യൂ ഷെയ്ഡാണെന്ന് എനിക്കറിയില്ല, ഒരു ഷെയ്ഡും കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ എന്തായിരുന്നു, സ്റ്റാർലൈറ്റ്. എന്ന് വെച്ചാൽ ഒരു ഫെയ്ഡഡ് ഗോൾഡ് ആ പോലൊരു ഷെയ്ഡ്, അതായത് സിൽവർ ഗോൾഡ് കളർ മിക്സ്. അതും നല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് തോന്നി സ്പേസ് ഗ്രേ ആണ്. സോ ബിഫോർ ഗോയിങ് ടു ദാറ്റ്, അവർ നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ തന്നിട്ടുള്ളതാണ്. ഓഫ് കോഴ്സ് ചാർജറുണ്ട്. ഐ വിൽ കം ഇൻ ടു ദാറ്റ്. ചാർജറിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ, പിന്നെ കുറച്ച് ഡോക്യുമെന്റ്സ്, പിന്നെ ചാർജർ. എന്താ മാക്സേഫിൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ, നോട്ട് ഷുവർ. യെസ്, ഇതായിരിക്കണം. ഫസ്റ്റ് ടൈം മാക് യൂസർ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരിക്കും, അറിയത്തില്ല. സോ ഇത് ലെറ്റ്സ് ഓപ്പൺ. ഇത് വരുന്നത് 13.6 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ID ഉണ്ട്. സോ ഈസി ആയിട്ട് ആപ്പിൾ പേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മാക്സേഫ് ചാർജിങ് ആണ് വരുന്നത്. സോ ആസ് ഐ ടോൾഡ്, ലൈക്ക് ഫസ്റ്റ് ടൈം മാക്ബുക്ക് യൂസർ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ മെയിനായിട്ട് നമ്മളിപ്പോൾ ആപ്പിൾ സ്റ്റോറിൽ പോയപ്പോഴാണെങ്കിലും നമ്മൾ എടുക്കുന്നതിന് മുന്നേ ആണെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുള്ളത്, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചാർജർ എന്ന് പറഞ്ഞാൽ മാക്സേഫ് ആണ് വരുന്നത്. ഇവിടെ മാക്സേഫ് ചാർജിങ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ ടച്ച് ID ഉണ്ട്. അതുപോലെ ഇപ്പം ഈ തണ്ടർബോൾട്ട് പോർട്സ് ഉണ്ട്. അത് രണ്ടും ഒരേ സൈഡിലാണ്. മുന്നേ ഒന്ന് ഇവിടെ ഒന്ന് അവിടെ ആയിരുന്നു തോന്നുന്നു. പിന്നെ നമ്മുടെ ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പീക്കർ വരുന്നത് ഈ ഒരു പോർഷനിലായിട്ടാണ്. അതിൻ്റെ സോ തിൻ, ഭയങ്കര തിന്നാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വിചാരിച്ചത് M1 മേടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു അതിന് തൊട്ട് മുന്നത്തെ വേർഷൻ M1 അധികം ഡിഫറൻസ് ഇല്ല അവർ ലോഞ്ച് ചെയ്തതല്ലേ. അപ്പം നമ്മൾ വിചാരിച്ച M1 കുറച്ചും കൂടെ ചീപ്പർ ആയിരിക്കും. പക്ഷെ ഡിഫറൻസ് നോക്കിയപ്പം അതിനെക്കാട്ടിലും ഒരുപാട് ബാക്കപ്പും കാര്യങ്ങളുണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസസ്സർ 1.4 times ഫാസ്റ്റർ ആണ് M2 എന്നാണ് പറയുന്നത്. അതുപോലെ ഡിസ്പ്ലേ ഇച്ചിരി കൂടുതലാണ്. അതുപോലെ ബാറ്ററി ബാക്കപ്പ് അതിൽ വരുന്നത് ഒരു 12 to 14 hours ആണെങ്കിൽ ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് 18 hours ഓഫ് ബാക്കപ്പ് ആണ്, ലൈക്ക് ബാറ്ററി ബാക്കപ്പ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നോർമൽ യൂസേജ് ആയത് കാരണം 18 hours വരെ നിൽക്കും എന്നാണ് ആപ്പിൾ അവർ അവകാശപ്പെടുന്നത്. പക്ഷെ ഇൻറ്റൻസീവ് ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു 10 to 14 hours ഒക്കെ നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആക്ച്വലി അവർ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കൂളിംഗ് ഫാൻ ഇല്ല, അതുകൊണ്ട് സൈലന്റ് ആയിരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ചിരിക്കും. കാരണം നമ്മൾ ഒരുപാട്
നമ്മൾ പ്രൊസസർ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ബെറ്റർ നെക്സ്റ്റ് വേർഷൻ പോകുന്നതായിരിക്കും നല്ലത്. സോ ഇത് എന്ന് പറയുന്നത് 8 കോർ ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. 256 GB ആണ് ഇതിനുള്ളത്. ഒരു 2 TB വരെ നമുക്ക് എക്സ്റ്റെൻഡബിൾ ആണ്. പിന്നെ ഇപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ക്ലൗഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ആപ്പിൾ യൂസേഴ്സ് ആണെങ്കിൽ എടുക്കുവാണെങ്കിൽ നമുക്കത് ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാം. സോ സ്റ്റോറേജ് എനിക്ക് ഓക്കെ ആണിത്. അതുപോലെ സോ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ഷേപ്പിൽ എന്ന് പറയുമ്പം M1 ഇങ്ങനെ ഇവിടുന്ന് ഒരു തിക്കായിട്ട് വന്ന് ഇങ്ങനെ തിന്നാവുന്ന ഒരു ഷേപ്പാണെന്ന് തോന്നുന്നു. ഇഫ് ഐ എം നോട്ട് റോങ്, ഞാൻ കണ്ടൊരു ഓർമ്മയിൽ ഇത് കറക്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ അവിടെ മുതൽ ഇവിടം വരെ കറക്റ്റാണ്. സോ അത്രയൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ഇനി ഞാനത് യൂസ് ചെയ്തിട്ടൊന്ന് പഠിക്കട്ടെ എങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ മുന്നേ വിൻഡോസിലും ഇതിലും കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് പഠിച്ചതിന് ശേഷം മേ ബി ഐ ഡോണ്ട് നോ, ചിലപ്പോൾ ഞാൻ റിവ്യൂ ഇടാം എന്ന് പറയുന്നതായിരിക്കും. പിന്നെ നിങ്ങളിതൊരു എന്താ പറയുക, റിവ്യൂ എന്നൊക്കെ കേൾക്കുമ്പോൾ ടെക്കി റിവ്യൂ ആയിട്ടൊന്നും എടുക്കരുത്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പോലെ ആ ഒരു എക്സൈറ്റ്മെന്റിൽ ഞാൻ എടുത്തിട്ടുള്ള ഒരു നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. കൂടെ മേടിച്ചിട്ടുള്ളൊരു എക്സ്റ്റേണൽ സംഭവമാണ്. ഇതെന്ന് വെച്ചാൽ മൾട്ടിപോർട്ട് പ്രോ ആണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആപ്പിളിൽ ഇപ്പോൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ 2 ഇപ്പോൾ തണ്ടർബോൾട്ട് പോർട്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ വേറെ ഇപ്പോൾ ലൈക്ക് ഒരു SD കാർഡ് ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു ഡിവൈസ് വേറെ ഡിഫറെൻറ്റ് പോർട്സ് കാര്യങ്ങൾ നമുക്കിതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളതാണ് ഈ ഒരു സംഭവം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ലൈക്ക് ഇതാകുമ്പോൾ ഇവിടെ വരുന്നത് ഈ ഒരു പിന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. ആൻഡ് ഇതിലോട്ട് നമുക്കിപ്പോൾ നമ്മുടെ നോർമൽ ആയിട്ടുള്ള USB-യുടെ ഒരു പോർട്ടുണ്ട്. അതുപോലെ തന്നെ SD കാർഡ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യാനുള്ള പോർട്ടുണ്ട്. സോ ഇത് നല്ലൊരു കുറച്ചും കൂടെ നമുക്ക് ഉപയോഗമായിട്ട് തോന്നും. നമുക്കിപ്പോൾ മിറർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലുള്ള ആ ഒരു കേബിളും കൂടെ ഇവിടെ അതിൽ അവൈലബിൾ ആണ്. സോ നമ്മളിത് പർച്ചേസ് ചെയ്തപ്പോൾ ഒരു കാര്യം കൂടെ നമ്മുടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 years ഒരു വാറണ്ടി പ്ലാനും കൂടെ അവർക്കുണ്ട്. അതായത് എന്ത് തന്നെ സംഭവിച്ചാലും ലൈക്ക് ഡിസ്പ്ലേയോ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് വാട്ട് എവർ ഹാപ്പൻ ടു നമ്മുടെ ഈ ഡിവൈസിന് അവരത് റീപ്ലേസ് ചെയ്ത് തരും. ഇപ്പോൾ എന്ത് പറ്റി കഴിഞ്ഞത് വാട്ടർ പ്രൂഫ് അല്ലല്ലോ. അപ്പോൾ ബേബിയൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഒരു 3 years എന്ത് വന്നാലും അവരത് കംപ്ലീറ്റ് ആയിട്ട് അവരത് റീപ്ലേസ് ചെയ്ത് തരും ഫ്രീ ആയിട്ട്. സോ അതിൻ്റെ ഒരു പ്ലാനും കൂടെ എടുത്തായിരുന്നു. എന്തായാലും നമ്മൾ മേടിക്കുകയാണ്. സോ കുറച്ച് അതിനും കൂടെ ഒരു ഇൻഷുറൻസ് പോലെ വെക്കാമല്ലോ. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അല്ല, ഇതിൻ്റെ കൂടെ സ്റ്റിക്കർ ഉണ്ടായിരിക്കണമല്ലോ അല്ലേ? ആക്ച്വലി ദേ പ്രൊവൈഡ് സ്റ്റിക്കർ മേ ബി ഇൻസൈഡ്. കിട്ടിയിട്ടാ. ഓക്കെ, ഇത് സെയിം കളറാട്ടോ. നമ്മളിപ്പോൾ സ്പേസ് ഗ്രേ സെലക്ട് ചെയ്തുകൊണ്ട് ആപ്പിളിലെ ഷെയ്ഡും വന്നിട്ട് സെയിം കളറാണ് സ്റ്റിക്കർ കൊടുത്തിട്ടുള്ളത്. സോ അത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ടൈം കാണുന്നതായിരിക്കും. ബൈ.